സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ അപ്പൊ ബിഗ് ബോസിലേക്ക് ചെന്നപ്പോൾ ജാസ്മിന്റെ ഉപ്പയുടെ സീക്രട്ട് ഏജന്റ് ആയിട്ടാണ് ചെന്നിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത സീക്രട്ട് ഏജന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിന്റെ ഉപ്പ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം ആയിരുന്നു അവിടെ ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മോളോട് ഈ കാര്യങ്ങളെല്ലാം പറയണമെന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തല് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ആര്യയും അതുപോലെ തന്നെ സിബിനുമാണ്. ഇവർ രണ്ടുപേരും അപ്പൊ എയർപോർട്ടിൽ വെച്ചിട്ട് ജാസ്മിന്റെ ഉപ്പേനെയും ഉമ്മയും കാണുകയുണ്ടായി. അപ്പൊ ഉപ്പ പറഞ്ഞ കാര്യങ്ങളാണ് ഇവര് ലൈവിൽ വന്നിരുന്ന് പറഞ്ഞിട്ടുള്ളത്. അതിലാണ് ഈ കാര്യം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് സായിനെ ജാസ്മിൻ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ തനിക്ക് ശരിക്കും പറഞ്ഞാൽ ജാസ്മിനെ അടിക്കാൻ തോന്നി എന്നുള്ള രീതിയിലും അവിടെ ഉപ്പ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഇവർ പറയുകയുണ്ടായി ലൈവില്. അപ്പൊ അത് സീക്രട്ട് ഏജന്റിനോട് പറഞ്ഞൊരു കാര്യം ചെയ്തതായിരുന്നു. സീക്രട്ട് ഏജന്റിനെ ഭയങ്കര വിശ്വാസമാണെന്ന് എപ്പോഴും ജാസ്മിൻ പറയാറുണ്ട്. അപ്പൊ അതാണ് സീക്രട്ട് ഏജന്റിന്റെ കളി അതായിരുന്നു. അതപ്പോ പൊളിഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തെ സംഭവം എന്താന്ന് വെച്ചാൽ ജാസ്മിന്റെ ഉപ്പ ഗബ്രീനെ വിളിച്ചിട്ട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്ന് ഒരു ഇന്റർവ്യൂവിലോ കാര്യങ്ങളിലോ കിസ് കൊടുത്ത കാര്യമോ അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചാരോ ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കരുതെന്ന്. അപ്പൊ ഗബ്രിയും ഇനി സംസാരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഗബ്രിയും ജാസ്മിനുമായിട്ട് ചെയ്തതെല്ലാം ഗെയിമാണ് എന്നുള്ള രീതിയിലാണ് കാര്യം പറഞ്ഞത് എന്നാണ് ആര്യയും സിബിനും ലൈവിൽ പറയുകയുണ്ടായത്. പിന്നെ ടെഡി ബിയർ ഓൾറെഡി നേരത്തെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നും പക്ഷെ ഷോയിൽ അവർ കൊടുക്കാതിരുന്നതാണെന്നും എന്നിട്ട് പുള്ളി ചെന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷമാണ് ആ ടെഡി ബിയർ ഉള്ളിൽ കയറ്റാനും കൊടുക്കാനും ഒക്കെ പറ്റിയതെന്നും പുള്ളി ടെഡി ബിയർ ഇല്ലാതെ വീടിനുള്ളിൽ കയറില്ലെന്ന് വാശി പിടിക്കുകയും അവിടെ പ്രശ്നമുണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഇവർ പറയുകയുണ്ടായി. അല്ലെങ്കിൽ ഞാൻ മോളെ വിളിച്ചോണ്ട് ഇറങ്ങി പോകുമെന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇവരത് സമ്മതിക്കുകയും കൊടുക്കുകയും ചെയ്തത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ലൈവിൽ ഇവർ വന്നിട്ട് പറഞ്ഞത്. പിന്നെ അവിടെ ചെന്ന് ജാസ്മിന് ഉപ്പ ചെയ്ത എല്ലാ കാര്യങ്ങളും ഫോട്ടോ എടുത്ത് മാറ്റലും അതുപോലെ തന്നെ മാലയിടലും എല്ലാ കാര്യങ്ങളും പുള്ളി തന്നെ ചെയ്തതാണ്. അല്ലാണ്ട് അത് സ്ക്രിപ്റ്റും കാര്യങ്ങളും ഒന്നും അല്ല. പുള്ളിയുടെ ഇതിൽ തന്നെ പുള്ളിക്ക് തന്നെ തോന്നിയ കാര്യങ്ങളെല്ലാം ചെയ്തതാണെന്നും എല്ലാം പുള്ളി പറയുകയുണ്ടായി. അപ്പൊ ഇതൊക്കെയായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ സീക്രട്ട് ഏജന്റ് ചെന്ന് പറഞ്ഞത് അപ്പൊ ഇങ്ങനെയാണോ എന്നൊക്കെ ആദ്യം ആളുകൾക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇപ്പൊ ക്ലിയർ ആയിരിക്കുകയാണ്.